നമസ്കാരം. ഇന്നലെ അലാസ്കയിൽ നടന്ന ട്രംപ് പുടിൻ കൂടിക്കാഴ്ച യഥാർത്ഥത്തിൽ എന്താണ് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നില്ല. പലരും പറയുന്നില്ല. എന്താണ് സംഭവിച്ചെന്ന് പറയാൻ കുറച്ച് പ്രയാസമുണ്ട്. കാരണം മറുഭാഗത്തുള്ളത് അമേരിക്കയാണ്. എത്രയൊക്കെ നമ്മളെ ചുട്ട് ചവിട്ടി തേച്ചാലും എങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയാലും അമേരിക്കയുടെ മൂഡ് പ്രശ്നം ഒന്ന് താങ്ങിക്കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ചിലർക്ക് ഉറക്കം വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മാധ്യമങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. പറയുന്നതിൽ ഒരല്പം ഒരു മിതത്വം വെച്ചുകൊണ്ട് നമ്മളെ ട്രംപ് അല്ലേ, നമ്മളെ ഫ്രണ്ട് അല്ലേ, അതുകൊണ്ട് ഒരു അല്പം ഒന്ന് താങ്ങി കൊടുത്തേക്കാം എന്ന നിലയിലാണ് കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ചേക്കുന്നത്. ഇന്ന് നേരം വെളുത്ത് വിദേശ മാധ്യമങ്ങളും നമ്മുടെ വാർത്താ ചാനലുകളും ഒക്കെ കുറച്ച് കണ്ടു കഴിഞ്ഞപ്പോ എനിക്കൊരു കാര്യം വ്യക്തമായി. ഫ്രണ്ട്, അതായത് ട്രംപ് തോറ്റു തുന്നമ്പാടിയാണ് തിരിച്ച് പോയേക്കണേ. തിരിച്ചു പോയേക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ രാജ്യം തന്നെയാണത്. പക്ഷെ അവരെ മെയിൻലാൻഡിലേക്ക് വന്നിരിക്കണം. അവിടെ വിജയിച്ചത് പുടിൻ തന്നെയാണ്. അലാസ്കയിലേക്ക് പോകുന്നതിന് മുമ്പ്, അതായത് ഈ ചർച്ചയ്ക്ക് കൂടിക്കാഴ്ചയ്ക്ക് ട്രംപും പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് കൊണ്ടിട്ട് അലാസ്കയിലേക്ക് പോകുന്നതിന് മുമ്പ് പുടിൻ ഇന്ത്യയാണ് വിളിച്ചത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ച് സംസാരിച്ചിരുന്നു. എന്തായിരിക്കും സംസാരിച്ചിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയും റഷ്യയും തമ്മിൽ നല്ല ബന്ധമാണുള്ളത്, നല്ല വ്യാപാര കരാർ കാര്യങ്ങളാണ് ഉള്ളത്. ഇവിടെ, അതായത് ഈ അലാസ്കയിൽ വെച്ച് നടക്കുന്ന ഈ ചർച്ച അലസിപ്പോയി കഴിഞ്ഞാൽ, അലമ്പായി പിരിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇന്ത്യയിലേക്ക് കൂടുതൽ എന്ന് പറഞ്ഞാൽ ഞാനും നീയും തമ്മിൽ അടി കൂടിയിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ മറ്റോനിട്ട് ചാമ്പാം എന്ന് പറയുന്ന മുട്ടാപ്പോക്ക് തന്ത്രം ഉണ്ടല്ലോ. അതായത് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പുടിനെ, റഷ്യയെ വരുതിയിലാക്കാനുള്ള അമേരിക്കൻ തന്ത്രം, അത് അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാകും. അതിനുശേഷമാണ് പുടിൻ നേരെ അലാസ്കയിലേക്ക് പോകുന്നത്, ട്രംപിനെ കാണാൻ പോകുന്നത്. അവിടെ ചെന്നപ്പോ ചുവന്ന പരവതാനി വിരിച്ച് അങ്ങോട്ട് ആനയിച്ചു. എന്നിട്ട് നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങൾ, മലയാള മാധ്യമങ്ങൾ ചിലർ പറയുന്നത് ട്രംപ് പുടിനെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് യുദ്ധവിമാനങ്ങൾ തലങ്ങും ബലങ്ങും പായിച്ചു എന്നാണ്. തലങ്ങും ബലങ്ങും പായിച്ചു കഴിഞ്ഞാൽ പേടിക്കുന്ന ആളാണ് പുടിൻ എന്ന് പറയുന്നത്. കുറെ കാലം ഇതൊക്കെ കണ്ടിട്ട് അറിയാമല്ലോ. പണ്ട് സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലത്ത് അമേരിക്ക ആയിരുന്നു മുട്ടുപറിച്ചിരുന്നെന്ന് ഈ പുടിനെ അറിയാഞ്ഞിട്ടൊന്നുമല്ല. ഇപ്പോ ഉക്രൈനും റഷ്യയും തമ്മിൽ അടി തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ആര് വിജയിക്കുന്നു ആര് തോൽക്കുന്നു എന്നുള്ളതല്ല, അവസാനം അമേരിക്ക അങ്ങനെ ഒന്ന് നിർത്ത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ പുടിന്റെ കാല് പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ്. ഇതാണ് എന്റെ വാസ്തവം. പിന്നെ അതിന്റെ പിന്നിൽ ഒരു നോബൽ സമ്മാനം ഒരു ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം, ഇതിനകത്ത് പറയുന്നില്ല. അലാസ്കന്റെ കാര്യങ്ങൾ നോക്കാലോ. ഏതായാലും നരേന്ദ്രമോദി, ഇന്ത്യയും പുടിനും തമ്മിൽ സംസാരിച്ചതിന്റെ പ്രതിഫലനം അവിടെ അലാസ്കയിൽ പ്രതിഫലിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോകുന്നതിന് മുമ്പ് പറഞ്ഞല്ലോ, ഈ ചർച്ച അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള സംസാരം ഏതെങ്കിലും വിധത്തിൽ പരാജയപ്പെട്ടാൽ ഇന്ത്യ അതേ വീണ്ടും എടുത്തു വെക്കാൻ പോകുന്നു. 75% ആക്കും, ചിലപ്പോൾ 100% തീരുവ ഏർപ്പെടുത്തും, ചിലപ്പോൾ ഉപരോധം ഏർപ്പെടുത്തിയേക്കും എന്നൊക്കെയാണ് അവരുടെ സെക്രട്ടറി ഇങ്ങോട്ട് തട്ടിവിട്ടിരുന്നത്. അതായത് അവരുടെ ചങ്കം കരളും പുറത്തേക്ക് പറഞ്ഞിരുന്നത്. അതൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഈ ചർച്ച കഴിഞ്ഞപ്പോ അവർ തമ്മിലുള്ള അടച്ചിട്ട മുറിയിലുള്ള സംസാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ അങ്ങോട്ട് കയറിപ്പോയ ട്രംപിന്റെ തിരുമോന്തയല്ല തിരിച്ചിറങ്ങി വന്നപ്പോ കണ്ടത് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ രണ്ടുപേരും തൽക്കാലം ഒന്നും പറയാത്തത് കൊണ്ട് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് മനസ്സിലായില്ല. രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് മൊത്തം കെടുത്തോ, ഇനി തമ്മിൽ അടികൂടിയോ, അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിച്ചോ ഒന്നും അറിയില്ല. ഏതായാലും പുറത്തേക്ക് വന്ന അവർ രണ്ടുപേരും ഒന്നും പറഞ്ഞിട്ടില്ല. ട്രംപിന്റെ മുഖഭാഷ്യത്തിൽ നിന്നും ട്രംപ് പറഞ്ഞതെന്നും വ്യക്തമാകുന്നത്, എന്തിനാണോ ട്രംപ് അലാസ്കയിൽ ഒരുമിച്ച് കൂടിയത്, പുടിനുമായി ചർച്ചയ്ക്ക് വന്നത്, അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും നടന്നിട്ടില്ല. ട്രംപ് എന്താണോ ഉദ്ദേശിച്ചത് ഒന്നും നടന്നിട്ടില്ല. ഇന്ത്യയെ പ്രഷർ ഉയർത്താൻ സാധിച്ചിട്ടില്ല, ഇന്ത്യയുമായിട്ടുള്ള കച്ചവടം നിർത്താൻ സാധിച്ചിട്ടില്ല, അതുപോലെ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള വെടിനിർത്തൽ അതിന് സാധിച്ചിട്ടില്ല, യാതൊന്നും സാധിച്ചിട്ടില്ല. പിന്നെ എന്താ സാധിച്ചത്? പുടിന് സാധിച്ചു. പുടിനാണ് അവിടെ വിജയിച്ചത്. കാരണം കഴിഞ്ഞ കുറെ കാലമായിട്ട് ലോക രാജ്യങ്ങൾക്കിടയിൽ യൂറോപ്യൻ, ഇപ്പൊ അമേരിക്കയൊക്കെ ആണല്ലോ കയറി നിൽക്കുന്നത്, ബാക്കിയുള്ളവരുടെ മേലെ ഉപരോധവും മറ്റു കാര്യങ്ങളുമായിട്ട് ഒറ്റപ്പെടുത്തിയിടാൻ അവരാണല്ലോ മിടുക്കര്. അങ്ങനെ ആകെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു റഷ്യക്ക് മറ്റാരുടെ ഒരു പിന്തുണ ഇല്ല. ലോകരാജ്യങ്ങളിൽ മറ്റേ പ്രധാനമന്ത്രിയുടെ അടുത്ത് പോയിരിക്കാൻ ഒരു നിവൃത്തിയില്ല. ഒരു ബന്ധം നോക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലാണ് ഇന്ത്യ കൂടെ നിൽക്കുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലോകത്ത് അറിയാമല്ലോ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ആ 4 രാജ്യങ്ങളിൽ ഒന്ന്. അപ്പൊ അത്രയും പവറുള്ള ഒരു രാജ്യത്തിൽ 145 കോടി ജനങ്ങളുള്ള ഈ ഇന്ത്യയുടെ ഒരു പ്രതിനിധിയായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിട്, ഇന്ത്യൻ പ്രധാനമന്ത്രി
ആ പ്രധാനമന്ത്രി റഷ്യൻ വ്ളാദിമിർ പുടിനോട് കൂടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു നിലനിൽപ്പ്. എന്നാൽ അത് മാറി അലാസ്കയിൽ വെച്ച് ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരി എന്ന് അവകാശപ്പെടുന്ന ട്രംപ്, അങ്ങനെയാണല്ലോ നമ്മൾ എടുത്തു വെച്ചു കൊടുക്കുന്നത്, ആ ട്രംപുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഇരുന്ന് സംസാരിച്ചതോടുകൂടി ലോകത്ത് വീണ്ടും പുടിൻ ഒരു സ്ഥാനം ഉറപ്പിച്ചു. ലോക നേതാക്കളുമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്ര നേതാക്കളുമായിട്ട് ഒരു ബന്ധം വീണ്ടും ഉറപ്പിച്ചു. അതായത് അവിടെ വിജയിച്ചത് പുടിനാണ് നേട്ടം ഉണ്ടായത്. അല്ലാതെ എല്ലാ അർത്ഥത്തിലും സമ്പൂർണ്ണ പരാജയമായിരുന്നു ചർച്ച, അവർ തമ്മിലുള്ള ചർച്ച. ഏതെങ്കിലും ഒന്ന് ട്രംപ് വിചാരിച്ചിട്ടുള്ള കൊണ്ടുവന്ന് കൊട്ടക്കണക്കിന് ഇറക്കി വെച്ചിരുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു പുരോഗതി ഉണ്ടായിരുന്നെങ്കിൽ, എന്തെങ്കിലും ഒന്ന് നടന്നിരുന്നുവെങ്കിൽ ചർച്ച വിജയമായിരുന്നു എന്ന് പറയാമായിരുന്നു. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ചർച്ച പൂർണ്ണ പരാജയമാണ്. അതങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോ അടുത്ത തീരുമാനം വന്നു എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോ ട്രംപ് നേരെ റഷ്യയിലേക്ക് പോട്ടെ എന്ന്. മിക്കവാറും എനിക്ക് തോന്നുന്നത് ഇവിടെ പുടിൻ നേരെ ഇവിടെ വരുമ്പോ, അലാസ്കയിൽ വരുമ്പോ, അമേരിക്കയിൽ വരുമ്പോ ഇവിടെ വെച്ച് തീരുമാനമെടുക്കുന്നത് ട്രംപിനെ നേരെ അങ്ങോട്ട് വരുത്താം, റഷ്യയിൽ മോസ്കോയിലേക്ക് വരുത്തിയിട്ട് അവിടെ വെച്ച് എന്തെങ്കിലും നമുക്ക് തീരുമാനിക്കാം. അതാവുമ്പോ ലോകത്തിന്റെ ശക്തനായ ഭരണാധികാരി ഇങ്ങോട്ട് വന്ന് വിളിച്ചു വരുത്തിയിട്ട് കാര്യം നടത്തിയെന്നാകാമല്ലോ. തീരുമാനമാകാൻ സാധ്യതയുണ്ട്, എന്തെങ്കിലുമൊക്കെ തീരുമാനം ഉണ്ടായേക്കും. ആ തീരുമാനം അലാസ്കയിൽ വെച്ച് വേണ്ട, മോസ്കോയിൽ വെച്ചാകാന്ന് കരുതിയിട്ടുണ്ടാവും. പിന്നെ അലാസ്കയിൽ വെച്ചുള്ള ഈ ഒരു കൂടിക്കാഴ്ച കൊണ്ടുള്ള മെച്ചം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നതാണ് കേട്ടോ, ഇത് മീഡിയകളിലൊന്നും വന്നിട്ടില്ല, മറ്റ് ചാനലുകളൊന്നും പറഞ്ഞിട്ടില്ല, പാശ്ചാത്യ മാധ്യമങ്ങൾ, ഞാൻ നോക്കിയ മാധ്യമങ്ങളൊന്നും കണ്ടതുമില്ല. പക്ഷെ എൻ്റെ ഒരു തോന്നലാണ്, ഇന്ത്യയുടെ താരിഫ് ചർച്ച പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഭീകരമായിട്ട് കൂട്ടും എന്നൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത്. അതിന് സാധ്യത ഇല്ല എന്ന് മാത്രമല്ല, വെട്ടി കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഇത്രയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് താരിഫ് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ 25 കിലോ ആക്കി നിലനിർത്താൻ, അതല്ലെങ്കിൽ ഒരു 10-15 ഒക്കെ ആക്കി നിലനിർത്താൻ സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയും പുടിനുമായി സംസാരിച്ചിട്ടാണ് അങ്ങോട്ട് പോയത് എന്നതുകൊണ്ട് തന്നെ അവരുടെ അടച്ചിട്ട മുറിയിൽ ഈ കാര്യം ഇന്ത്യ വല്ലാണ്ട് ചൊറിയണ്ട, മാന്തണ്ട, അങ്ങനെയാണെങ്കിൽ നമ്മളെ പരിപാടി ഒന്നും നടക്കൂല ട്രംപണ്ണ എന്ന് ഒരു പക്ഷേ പുടിൻ പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും ഇഞ്ചി കടിച്ച കുരങ്ങിനെ പോലെ ഇറങ്ങി വന്നത്. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ട്രംപിന്റെ മുഖം അങ്ങനെ ഇരുന്നത്. അപ്പൊ ആ നിലയ്ക്ക് ഇന്ത്യയുമേലുള്ള ഇപ്പൊ എടുത്തിട്ടുള്ള ഈ തീരുമാനങ്ങളുണ്ടല്ലോ, അതിലൊരു പുനഃപരിശോധന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ട്രംപ് അമ്പാടെ പരാജയപ്പെട്ടു എന്ന് പറയുന്നത് ഉക്രൈൻ റഷ്യ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ അത്തരത്തിൽ ഒന്നും ഒരു കാര്യവും ചെയ്തില്ല. ഇനി അവിടുത്തെ ഷെലൻസ്കിയായിട്ട് സംസാരിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറയുമ്പോൾ ട്രംപ് ആ കൊട്ട നേരെ ഉക്രൈന്റെ മണ്ടയിലേക്ക് കൊണ്ടിട്ടു എന്ന് പറയുന്നതായിരിക്കും ശരി. ചുരുക്കം പറഞ്ഞാൽ അലാസ്കയിൽ നടന്ന ചർച്ച, അവർ തമ്മിലുള്ള കൂടിക്കാഴ്ച 100% ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പരാജയമായിരുന്നു. കുറച്ചൊക്കെ പുടിനെ സംബന്ധിച്ചിടത്തോളം ഗുണവും ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ലോകത്ത് ഒരു സ്ഥാനമുണ്ടായി. ഇന്ത്യയിൽ മേലുള്ള ട്രംപിന്റെ ആ കടുംപിടുത്തത്തിൽ ഒന്ന് മയം വരുത്താൻ പറ്റിയിട്ടുണ്ട്. മാത്രമല്ല ഇനി എന്തെങ്കിലും നടക്കുമെന്നുണ്ടെങ്കിൽ അത് മോസ്കോയിൽ വെച്ചാകാം എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അതുകൊണ്ട് വിജയിച്ചു നിൽക്കുന്നത് പുടിനാണ്. പുടിന് ഒന്നും കിട്ടിയില്ല, എന്താ പറയാ, പുടിന് ആവി വന്നില്ല എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് പുടിന് തന്നെയാണ് ആവി വന്നത്, ട്രംപിന്റെ ഫ്യൂസ് പോയി എന്ന് തന്നെയാണ്. ആത്യന്തികമായി ഇന്ത്യ ഭയപ്പെട്ടിരുന്ന ചില കാര്യങ്ങളുണ്ട്, കൂടുതൽ വിഷയങ്ങൾ ഇയാൾ ഉണ്ടാക്കും എന്നുള്ളത്. അതിന് സാധ്യതയില്ല. യൂറോപ്യൻ യൂണിയന്റെ മേളിൽ ഭയങ്കര പ്രഷറായിരുന്നു. കാരണം അമേരിക്ക എടുക്കുന്ന ഈ തീരുവകളും മറ്റു കാര്യങ്ങളും ഒക്കെ യൂറോപ്യൻ യൂണിയനും അംഗീകരിക്കണം ഇന്ത്യയുടെ മേലെടുക്കുന്നത്, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള കുറെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ അമേരിക്കയിൽ നിന്ന് പുറത്തു വന്നിരുന്നു. അതൊക്കെ തൽക്കാലത്തേക്ക് നിർത്തിയെന്നും ഒരു വെടിനിർത്തലിന് ട്രംപ് പോകുമെന്നും ഇന്ത്യയുമായിട്ടുള്ള കച്ചവടത്തിൽ ഇന്ത്യക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള അനാവശ്യ തീരുവകൾക്ക് കുറവ് വരുത്തും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ശരിയാക്കിയതിന് ശേഷം അങ്ങ് മോസ്കോയിലേക്ക് വാ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പുടിൻ പറഞ്ഞു. അതനുസരിച്ചിട്ടാണ് അവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങി വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഒരു ചിന്തയാണ്. അല്ലെങ്കിൽ ഇതിന്റെ രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് വേണ്ടി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ഒരൊറ്റ വാക്ക് പറയുമ്പോൾ തന്നെ പുടിൻ അംഗീകരിക്കേണ്ടതല്ലേ. Different angles. Don't forget to subscribe and support this channel.